ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാർവലിൻ്റെ ഏറ്റവും പുതിയ സെഗ്മെൻറ്റ് ഫാന്റാസ്റ്റിക് ഫോർ. കുറേ നാളായി നമ്മളെല്ലാവരും ഇത് എക്സ്പെക്ട് ചെയ്യണു. കഴിഞ്ഞ വർഷം ട്രെയിലറൊക്കെ റിലീസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഫിലിമിനെ കുറിച്ച് പറയാനുള്ളത് വളരെ അധികമാണ്. അതായത് നമ്മളുടെ അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ശേഷം നമുക്ക് നല്ലൊരു മൂവി മാർവലിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഏത് മൂവി ഇറങ്ങിയാലും, ഇപ്പോൾ ബ്ലാക്ക് വിഡോൻ്റെ ഒരു മൂവി ഇറങ്ങി, ബ്ലാക്ക് പാന്തറിൻ്റെ മൂവി ഇറങ്ങി, ആൻഡ്മാൻ്റെ മൂവി ഇറങ്ങി, ഡോക്ടർ സ്ട്രേഞ്ച് ഇറങ്ങി, അവസാനമായിട്ട് നമ്മുടെ ഇത് അവെഞ്ചേഴ്സിൻ്റെ ന്യൂ അവെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞ വർഷം, അല്ല ഈ വർഷത്തിൻ്റെ ബിഗിനിങ്ങിൽ. അപ്പോൾ ഇതൊക്കെ ഇറങ്ങിയാലും നമുക്ക് ആ ഒരു ഫീല് കിട്ടില്ല നമുക്ക് അവെഞ്ചേഴ്സിൻ്റെ. പക്ഷെ ഈ പടം അങ്ങനെയല്ല. ഈ പടം നമുക്ക് എന്തായാലും നമുക്കൊരു ഗൂസ് ബംസ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് ഡയറക്ഷൻ ആയിരിക്കും. വളരെ നല്ലൊരു ഡയറക്ടറായിട്ട് എനിക്ക് തോന്നി മാറ്റ് ഷാക്മാനാണ്. മാറ്റ് ഷാക്മാൻ വളരെ നന്നായിട്ട് തന്നെ ഈ സിനിമ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാസ്റ്റിംഗ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പെഡ്രോ പാസ്കൽ, വെനസ കെർബി, ഇബോൺ മോസ്, ജോസഫ് ക്വിൻ, ഇവരെല്ലാവരും, പിന്നെ ഗാലക്ടസ് പിന്നെ ഒരു 3D ഫിഗറാണ്, എന്നാലും ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് കൊടുത്തിട്ടുള്ള റാഫ് ഇനോസനാണ്. അവരൊക്കെ വളരെ നന്നായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഇതിലത്തെ സ്യൂ സ്റ്റോം, അതായത് നമ്മുടെ ഫോഴ്സ് ഫീൽഡ് ഇൻവിസിബിൾ വുമൻ്റെ പവറുള്ള വുമണാണ്. വെനസ കെർബി അത് ചെയ്തിരിക്കുന്നത് വളരെ നന്നായിട്ടാണ്. ഓക്കെ, അവളുടെ ആക്ടിങ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയാൻ പറ്റുന്നൊരു കാര്യം തന്നെ, നമ്മളുടെ സാധാരണ ഒരു ഫാന്റാസ്റ്റിക് ഫോർ മൂവി കാണുന്ന പോലെയല്ല. അതായത് നമുക്ക് ഇതിനു മുമ്പ് രണ്ട് ജനറേഷൻ ഫാന്റാസ്റ്റിക് ഫോർ ഉണ്ടായിരുന്നു. നമ്മളുടെ 2000s ഇറങ്ങിയ ഒരു ഫാന്റാസ്റ്റിക് ഫോറിന് ഒരു 3 പാർട്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം 2014-15 ടൈമിൽ വേറൊരു ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് പാർട്ട് മാത്രമേ ഇറങ്ങിയത്, അത് ഫ്ലോപ്പായി പോയി. അപ്പോൾ അതിലൊക്കെ കാണിക്കുന്നത് ഫാന്റാസ്റ്റിക് ഫോർ എങ്ങനെയാണ് അവർക്ക് പവേഴ്സ് കിട്ടുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇതിൽ കാണിക്കുന്നുണ്ടെങ്കിലും അതല്ല മൂവി അതേ അല്ല, ഒട്ടും അല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒട്ടും അല്ല. വളരെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ സ്റ്റോറി കൊണ്ടുപോയി നമുക്ക് ഒരു അറ്റൻഷൻ കിട്ടുന്ന രീതിയിലാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, മാർവൽ എൻഡ് ഗെയിമിന് ശേഷം ഇത് കാണേണ്ട ഒരു മൂവി തന്നെയാണ്. നല്ല ആക്ഷൻ സീക്വൻസസ് ഉണ്ട്, നല്ലൊരു സ്റ്റോറി ലൈൻ ഉണ്ട്, നല്ല ഗ്രാഫിക്സ് ഉണ്ട്, നല്ലൊരു ഡയറക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ നമുക്ക് പടത്തിൽ, ഞാൻ ഇത് സ്പോയിലറൊന്നുമല്ല, നിങ്ങൾ യൂട്യൂബിലായാലും ഗൂഗിളിലായാലും എല്ലായിടത്തും ഇപ്പോൾ ഇത് ഫുൾ പോപ്പുലർ ആയിട്ടുണ്ട്. ഡൂംസ് ഡേ വരുന്നുണ്ട്. വെറുതെ ഒരു ഇത് മാത്രം, ഒരു തലയുടെ ബാക്ക് ഭാഗം മാത്രം കാണിക്കണം, വേറെ ഒന്നുമില്ല. ഒരു ഒറ്റ ഡയലോഗ് പോലും ഇല്ല. അത് ഡൂംസ് ഡേ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് റോബർട്ട് ഡൗണി ജൂനിയർ ആണ്. പക്ഷെ ഫേസ് ഒന്നും കാണിക്കണില്ല. വെറുതെ തലയുടെ ബാക്ക് മാത്രമാണ് കാണിക്കുന്നത്. മാസ്ക് ഇരിക്കുന്നത്, സൈഡിൽ മാസ്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നതും കാണാം. അല്ലാണ്ട് ഡൂംസ് ഡേരെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് സ്പോയിലറൊന്നുമല്ല, ഞാൻ കഥയൊന്നും പറയാൻ പോണില്ല. പടം എന്തായാലും തിയേറ്റർ വാച്ച് മസ്റ്റാണ്. എന്തായാലും നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്. 3Dയിൽ പറ്റുകയാണെങ്കിൽ കാണാം. ഐമാക്സിൽ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 3Dയിൽ അല്ലെങ്കിൽ 2Dയിൽ നമ്മുടെ വലിയ സ്ക്രീനിൽ. സിനിമയുടെ പ്ലോട്ട് സമ്മറി എന്ന് പറയുന്നത്, നമ്മളുടെ ഫാന്റാസ്റ്റിക് ഫോറിന് ഓൾറെഡി പവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബേസ് ഒന്നല്ല, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇതിൽ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ഗലാക്ടസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിൽവർ സർഫർ വരുന്നു, ഇവരെ വാൺ ചെയ്യണു, ഗലാക്ടസ് വരുന്നതെന്ന് പറയുന്നു. ഗലാക്ടസ് ഇവരെ വിഴുങ്ങാൻ പോകണു. ഈ ഫാന്റാസ്റ്റിക് ഫോർ പോയിട്ട് അവരെങ്ങനെയാണ് ഡിഫീറ്റ് ചെയ്യണത് എന്ന് കാണിക്കുന്നതാണ് ഈ സിനിമയുടെ സമ്മറി. ഓക്കെ, അത് വളരെ നന്നായിട്ട് തന്നെ ചിത്രീകരിച്ച് ഞാൻ ഓൾറെഡി അത് പറഞ്ഞു അതുകൊണ്ട് ഇനി വിപുലീകരിക്കുന്നൊന്നുമില്ല. എൻ്റെ ഒരു ഇവാലുവേഷനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, എൻഡ് ഗെയിമിന് ശേഷം ഏറ്റവും നല്ല മാർവൽ സിനിമ ഇത് തന്നെയാണ്, തണ്ടർബോൾട്ട് അല്ല, ഇതാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. എന്തായാലും തിയേറ്റർ വാച്ചിനുള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ചാനൽ വളർത്താൻ സഹായിക്കുക. ഓക്കെ, താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.